ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ എ ലെവൽ എക്സാം ആണെങ്കിലും ഓവർസിയർ ലെവൽ എക്സാം ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇന്ന് അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പോയ്സോൺസ് റേഷ്യോ ഫോർ ആൻ ഐസോട്രോപിക് മെറ്റീരിയൽ ഈസ് ഓപ്ഷൻസ് എ 0.15, B 0.25, C 0.33 ആൻഡ് D 0.44. പോയ്സോൺസ് റേഷ്യോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് അല്ലേ. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് പോയ്സോൺസ് റേഷ്യോ എന്ന് പറയുന്നത് 0.5 ആണ്. അതായത് 0.5 കൂടുതലുള്ള വാല്യൂ വരില്ല. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. കുറച്ച് മെറ്റീരിയൽസും അതിൻ്റെ പോയ്സോൺസ് റേഷ്യോ നമുക്ക് പ്രധാനമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുണ്ട്. അതിൽ കോർക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. പോയ്സോൺസ് റേഷ്യോ 0 ആണ്. കോൺക്രീറ്റിൻ്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് 0.1 to 0.2 ആണ്. ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ 0.15 ആണ് കോൺക്രീറ്റിന് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ ആൻസർ ചെയ്യാവുന്നത്. കാസ്റ്റ് അയൺ 0.2 to 0.3 ആണ്. അലൂമിനിയം 0.33 ആണ്. ഗോൾഡ് 0.44. റബ്ബറാണ് മാക്സിമം വാല്യൂ ഓഫ് പോയ്സോൺസ് റേഷ്യോ 0.5 ആണ്. ഇനി ഓർക്കേണ്ട കാര്യങ്ങൾ: സ്റ്റീലിൻ്റെത് 0.27 to 0.3 ആണ്. പിന്നെ ഗ്ലാസ് ഓർക്കുക 0.2 to 0.27. ബ്രാസിൻ്റെ വാല്യൂ 0.34 ആണ്. ഇതിൽ പ്രധാനമായിട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കോർക്ക്, അതായത് 0 വരുന്നത് കോർക്കാണ്. കോൺക്രീറ്റിൻ്റെ ഓർത്ത് വെച്ചിരിക്കുക. അലൂമിനിയം ഓർക്കുക, ഗോൾഡ്, റബ്ബർ, സ്റ്റീൽ, ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഒരു ഐസോട്രോപിക് മെറ്റീരിയലിൻ്റെ പോയ്സോൺസ് റേഷ്യോൻ്റെ വാല്യൂവും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് 0.25 ആണ് വാല്യൂ. പോയ്സോൺസ് റേഷ്യോ ഓഫ് ആൻ ഐസോട്രോപിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് 0.25 ആണ്. സോ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഐസോട്രോപിക് മെറ്റീരിയലിൻ്റെ പോയ്സോൺസ് റേഷ്യോ 0.25 ആണ് ആൻസർ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂഫ് റെസിലിയൻസ് ഈസ് ദ മാക്സിമം സ്ട്രെയിൻ എനർജി അറ്റ് ഓപ്ഷൻസ് എ ഇലാസ്റ്റിക് ലിമിറ്റ്, ബി ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, സി അൾട്ടിമേറ്റ് പോയിന്റ് ആൻഡ് ഡി നൺ ഓഫ് ദിസ്. സോ പ്രൂഫ് റെസിലിയൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റെസിലിയൻസ് എന്താണെന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിൻ്റെ എനർജി അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. അതായത് നമ്മൾ അതിനെ ലോഡ് ചെയ്യുകയാണ്, ഇലാസ്റ്റിക്കലി ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ദ എബിലിറ്റി ടു അബ്സോർബ് എനർജി വെൻ ഇറ്റ് ഈസ് ഡീഫോംഡ് ഇലാസ്റ്റിക്കലി ആൻഡ് റിലീസ് എനർജി എപ്പോൺ അൺലോഡിങ്. ലോഡിങ് ചെയ്യുമ്പോൾ അത് എനർജി അബ്സോർബ് ചെയ്യുകയാണ്, അൺലോഡിങ് ടൈമിൽ അത് ആ എനർജി റിലീസ് ചെയ്യുകയാണ്. അതിനുള്ള ഒരു മെറ്റീരിയലിൻ്റെ എബിലിറ്റിയാണ് അതിൻ്റെ റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇനി മാക്സിമം എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിനാണ് പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൂഫ് റെസിലിയൻസിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: maximum energy that can be absorbed within proportionality limit without creating permanent distortion. പെർമനൻ്റ്ലി ഡിസ്റ്റോർട്ടഡ് ആവാതെ മാക്സിമം എത്ര എനർജി അബ്സോർബ് ചെയ്യാനാകും വിത്തിൻ പ്രപ്പോർഷണൽ ലിമിറ്റ് വരെയാണ്. സോ അതാണ് പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇനി മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയത്തിലുള്ള റെസിലിയൻസ് ആണ് മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് പ്രൂഫ് റെസിലിയൻസിൻ്റെ ലിമിറ്റാണ്. സോ നമുക്കറിയാം അത് വിത്തിൻ്റെ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റാണ്. പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെയാണ് നമ്മൾ പ്രൂഫ് റെസിലിയൻസ് പറയുന്നത്. സോ ഓപ്ഷനിൽ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. മോഡുലസ് ഓഫ് റെസിലിയൻസിൻ്റെ ഫോർമുലയും കൂടെ ഓർക്കുക: σ² / 2e ആണ്. സിഗ്മ എന്ന് പറയുന്ന അവിടുത്തെ സ്ട്രെസ്സാണ്, ഇ എന്ന് പറയുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് 5 meter ലോങ് കോളം ഹിഞ്ച്ഡ് അറ്റ് ബോത്ത് എൻഡ്സ്, സർക്കുലർ ഇൻ ക്രോസ് സെക്ഷൻ, if the diameter of the column is 16 centimeter. ഇവിടെ സ്ലെൻഡർനെസ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്ലെൻഡർനെസ് റേഷ്യോൻ്റെ ഫോർമുല ഇതാണ്: L effective ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. അപ്പോൾ L ഇഫക്റ്റീവ് ലെങ്ത് ആണ്. അതായത് ഇപ്പോൾ ഇവിടെ ഹിഞ്ച്ഡ് അറ്റ് ബോത്ത് എൻഡ്, രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആയതുകൊണ്ട് തന്നിരിക്കുന്ന ലെങ്ത് തന്നെയാണ് ഇവിടുത്തെ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് ലെങ്ത് 5 meter ആണ്. ദെൻ ഡിവൈഡഡ് ബൈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്: √I/area. I എന്ന് പറയുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്, എ എന്ന് പറയുന്നത് ആ സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ഏരിയയാണ്. സോ ഇവിടെ ലാംഡ, അതായത് സ്ലെൻഡർനെസ് റേഷ്യോ L ഇഫക്റ്റീവ് ഡിവൈഡഡ് ബൈ കെ. L ഇഫക്റ്റീവ് എന്ന് 5 meter ആണ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുക. സോ 5 meter ഡിവൈഡഡ് ബൈ √I/A. I/A എന്ന് പറയുമ്പോൾ സർക്കുലർ ക്രോസ് സെക്ഷന് πd⁴/64 ആണ്. ഏരിയ എന്ന് പറയുന്നത് πd²/4 ആണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് d/4 എന്ന് കിട്ടും. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോൻ്റെ വാല്യൂ കിട്ടി. അതായത് ആൻസർ 125 mm എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ എ ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത് കീപ്പിംഗ് ഇറ്റ്സ് ഡെപ്ത് കോൺസ്റ്റൻറ്റ്
The width will vary in proportion to options A bending moment m, B root of m, C m square and D none of this. ഇവിടെ ക്വസ്റ്റ്യനിലെ ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത്, അതായത് അവിടെ ആ ഒരു ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവിടെ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് അറ്റ് എവറി സെക്ഷൻ അലോങ് ലോങ്ജിറ്റ്യൂഡിനൽ ആക്സിസ്. ലോങ്ജിറ്റ്യൂഡിനൽ ആക്സിസിലെ ഏത് സെക്ഷനിലും മാക്സിമം ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ബെൻഡിങ് ഇക്വേഷനാണ്. അതായത് നമുക്കറിയാം m/i = σ/y = E/r, അതാണ് നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ. ഇവിടെ നമ്മൾ m/i = σ/y ആ റിലേഷൻ എടുക്കുമ്പോൾ m എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു i/y. ഇവിടെ i/y എന്ന് പറയുന്നത് z ആണ്, അതായത് സെക്ഷൻ മോഡുലസ് ആണ്. അതായത് m = സിഗ്മ ഇൻറ്റു z. സെക്ഷൻ മോഡുലസ് എന്ന് വെച്ചാൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡഡ് ബൈ ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് ആണ് i/y, അതാണ് z എന്ന് പറയുന്നത്. അതായത് ഇവിടെ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ബെൻഡിങ് സ്ട്രെസ് ഇൻറ്റു സെക്ഷൻ മോഡുലസ് എന്ന് കിട്ടി. അപ്പോൾ ഈ റിലേഷനിൽ നമുക്ക് കിട്ടിയത് ബെൻഡിങ് ആ മൊമെൻ്റ് ഇറ്റ്സ് പ്രപ്പോർഷണൽ ടു സെക്ഷൻ മോഡുലസ് എന്നാണ്. മൊമെൻ്റ് m ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു z ആണ് എന്നാണ് നമുക്ക് റിലേഷൻ കിട്ടിയത്. ഇനി നമുക്ക് z നോക്കാം. z എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഇസഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് BD² / 6 ആണ്. അതായത് റെക്റ്റാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് BDQ/12 ആണ്, ഡിവൈഡഡ് ബൈ ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് ഫ്രം അതെന്ന് പറയുന്നത് D/2, ഡെപ്തിൻ്റെ ഹാഫ് D/2 ചെയ്യുമ്പോൾ നമുക്ക് z സെക്ഷൻ മോഡുലസ് ഈക്വൽ ടു BD² / 6 എന്ന് കിട്ടി. സോ ഇവിടെ നമുക്ക് m എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു BD² / 6 ആണ്. സോ അതിൽ നിന്ന് നമുക്ക് ഡിക്കും ബിക്കും ഒരു റിലേഷൻ ഫോം ചെയ്യാം. ഇവിടെ നമ്മൾ വിട്ട് കോൺസ്റ്റൻ്റ് ആക്കിയാണ് വെക്കുന്നതെങ്കിൽ മൊമെൻ്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു D² എന്ന് കിട്ടും. അതായത് ഡെപ്തിൻ്റെ സ്ക്വയറിനാണ് മൊമെൻ്റ് പ്രപ്പോർഷണൽ. സോ ഡെപ്ത് എന്ന് പറയുമ്പോൾ മൊമെൻറ്റിൻ്റെ റൂട്ടിന്, ഡെപ്ത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് മൊമെൻ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ ഡെപ്തിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ മൊമെൻ്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വിട്ത്ത്. സോ ഇവിടെ രണ്ട് കേസുണ്ട്. നമ്മൾ വിട്ടാണ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നതെങ്കിൽ ഡെപ്ത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് മൊമെൻ്റ് m, ആൻഡ് ഡെപ്താണ് കോൺസ്റ്റൻ്റ് എങ്കിൽ അവിടെ വിട്ത്ത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മൊമെൻ്റ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം. ക്വസ്റ്റ്യനിൽ ഡെപ്ത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുമ്പോൾ വിട്ത്ത് എങ്ങനെ വേരി ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡെപ്ത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുമ്പോൾ വിട്ത്ത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മൊമെൻ്റ്, എമ്മിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. A beam will be said to be under pure bending when options A shear force 0, B bending moment is constant, C both of the above and D none of the above. ഇവിടെ ഒരു ബീം പ്യുവർ ബെൻഡിങ്ങിലാവുന്ന കേസാണ്. സോ നമുക്കതിനെ അറിയാം, പ്യുവർ ബെൻഡിങ് ആവുന്ന കേസിൽ അവിടെ ബെൻഡിങ് മൊമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഷിയർ ഫോഴ്സ് ഉണ്ടാവില്ല. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻ്റ് ആയിരിക്കും, ഷിയർ ഫോഴ്സ് അവിടെ 0 ആയിരിക്കും. ബെൻഡിങ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, m/i = E/r = σ/y. ഇവിടെ m എന്ന് പറയുന്ന മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, I മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, E മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, R റേഡിയസ്, സിഗ്മ എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ് ആണ്, y എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് ആണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുമ്പോൾ ഇവിടെ അണ്ടർ പ്യുവർ ബെൻഡിങ്ങിൽ ഷിയർ ഫോഴ്സ് is 0 ആൻഡ് ബെൻഡിങ് മൊമെൻ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. സോ ഓപ്ഷൻ സി ബോത്ത് ഓഫ് ദി എബോവ് ആണ് ആൻസർ. ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.